നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഇന്ത്യൻ ഫുട്ബോളിലെ വരുവാനായിട്ട് പോകുന്ന 2025-26 ഫുട്ബോൾ സീസൺ ആരംഭിക്കുവാനായിട്ട് പോകുന്നത് സൂപ്പർ കപ്പോട് കൂടിയാണ്. ഈ മാസം ഒക്ടോബർ 25-ാം തീയതി സൂപ്പർ കപ്പ് ആരംഭിക്കുന്നതോടുകൂടി തന്നെ വരുവാനായിട്ട് പോകുന്ന 2025-26 ഇന്ത്യൻ ഫുട്ബോൾ സീസണ് തുടക്കമാവുന്നതാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ പല ടീമുകളും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തങ്ങളുടെ എല്ലാ വിദേശ താരങ്ങളെയും സൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. വിത്തിൻ ഡേയ്സിനുള്ളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബാക്കിയുണ്ടായിരുന്ന 3 വിദേശ താരങ്ങളുടെ കോട്ട കംപ്ലീറ്റ് ആയിട്ട് ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫോർ ദ മോസ്റ്റ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ കപ്പിന് വേണ്ടി ഒരു മികച്ച പ്രിപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ തങ്ങളുടെ ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരാഴ്ച കൃത്യമായിട്ടുള്ള ട്രെയിനിങ് സെഷൻസും പുതിയ താരങ്ങളുടെ ടീമിലേക്കുള്ള വരവും അവരും ടീമുമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ട്രെയിനിങ് സെഷൻസും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത്. സോ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരമായിട്ടുള്ള രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരായിട്ടുള്ള ആ ഒരു മത്സരത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല വ്യക്തമായിട്ട് തന്നെ പ്ലാനിങ് നടത്തി ഒരുങ്ങുന്നുണ്ട് എന്നൊരു കാര്യം വ്യക്തമാണ്. എന്നാൽ പോലും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഈ സൂപ്പർ കപ്പ് അല്ലാതെ നമുക്ക് ഏറ്റവും അധികം ആരാധകർ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആശങ്കയിലുള്ളത് ISLൻ്റെ കാര്യം ഓർത്തിട്ടാണ്. അതായത് ഇന്ത്യൻ ഫുട്ബോൾ ഏറ്റവും ടോപ്പ് ടയറിൽ നിൽക്കുന്ന ടൂർണമെൻ്റ് ആയിട്ടുള്ള ISLൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു അവ്യക്തത അല്ലെങ്കിൽ ചോദ്യചിഹ്നമാണ് നിലവിലുള്ളത്. അതായത് ISL ഇനി നടക്കുമോ എന്ന തരത്തിലുള്ളവരെ ചർച്ചകൾ നടന്നിരുന്നതാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ISL നടക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ഒരു വ്യക്തമായ ഉത്തരം ഒക്ടോബർ 15-നുള്ളിൽ ലഭിക്കുമെന്നൊരു കാര്യം നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതായത് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 15-ാം തീയതി ഒരു വ്യക്തമായിട്ടുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വരുമെന്നുള്ളത്. സോ ഒക്ടോബർ 15 ആവാറായപ്പോഴത്തേക്കും തന്നെ, അതായത് ഇനി ഒരു 3 ഡേയ്സ് കൊണ്ട് കഴിഞ്ഞാൽ ഒക്ടോബർ 15 ആവും. സോ ആ ഒരു തരത്തിൽ ISLൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കേണ്ട നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആവശ്യകതയാണെങ്കിൽ മാത്രമേ പല ക്ലബ്ബുകൾക്കും സൂപ്പർ കപ്പിൽ ഫ്രീ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അവർക്കൊരു കൺഫർമേഷൻ, അതായത് ISLൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തമായ കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ സൂപ്പർ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുള്ളൂ എന്നൊരു സ്റ്റാൻഡിൽ പല ക്ലബ്ബുകളും ഇപ്പോൾ തന്നെ നിൽപ്പുണ്ട്. സോ ഒക്ടോബർ 15-നുള്ളിൽ ഒരു കൺഫർമേഷൻ ലഭിക്കുമെന്നാണ് നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തോടുകൂടി ചില വാർത്തകൾ നിലവിൽ ISLൻ്റെ ബേസിസിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ കൂടുതൽ റിപ്പോർട്ടുകൾ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് AIFF, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ FSDലുമായിട്ട് ചർച്ചകൾ നടത്തുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. FSDL, അതായത് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്, ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് എക്സ്റ്റൻഷന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ തരത്തിലുള്ള ഒരു വാർത്തയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. നിലവിൽ ഈസിൻ ടോക്സ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ചില മീഡിയ സോഴ്സസിൽ നിന്നാണ് ഈ ഒരു വാർത്ത ലഭിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി, അതായത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിലിൽ നിന്നുള്ള റിപ്പോർട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിലവിൽ ടോക്സിലുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ISLൻ്റെ കാര്യം, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഒരു ലോങ് ടേം എക്സ്റ്റൻഷന് വേണ്ടി ക്ലബ്ബുകൾ അല്ലെങ്കിൽ അധികൃതർ ശ്രമിക്കുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു ലോങ് ടേം എക്സ്റ്റൻഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന 15 വർഷത്തിന്, അതായത് 2010 എഴുതിയ കോൺട്രാക്റ്റിന് പ്രകാരമാണ് 2025 വരെ നമ്മൾ ISL സീസൺ കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇനിയും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ലോങ് ടേം എക്സ്റ്റൻഷനിലാണ് നടക്കുന്നതെങ്കിൽ വരുവാനായിട്ട് പോകുന്ന 10 വർഷം കൂടി, അതായത് 2035 വരെയുള്ളൊരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷന് വേണ്ടിയായിരിക്കും ശ്രമിക്കുക. സോ അങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചറിലുള്ള ഗ്രോത്തിന് വേണ്ടി അത് വളരെയധികം വലിയ ഗുണം തന്നെയായിരിക്കും. സോ കണ്ടു തന്നെ അറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത്. ISLൻ്റെ കാര്യത്തിലും വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാവുന്നതാണ്.